നമസ്കാരം. നമ്മുടെ വെയിറ്റ് ലോസ് എക്സർസൈസിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സർസൈസിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സർസൈസ് കൂടെ ഞാൻ ഇന്ന് പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൗണ്ടിൽ നിന്ന് ഒരല്പം കൂടെ കൂട്ടി നമ്മളിന്ന് ചെയ്യണേ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. കാൽപ്പത്തിൽ ഷോൾഡറിൻ്റെ അകലത്തിൽ വയ്ക്കുന്നു, കൈകൾ ഇരുവശങ്ങളിലും വയ്ക്കുന്നു. നോട്ടം നേരെ, ശ്വാസം എടുത്ത് തലനേരെ മുകളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ട് സാവധാനം താഴേക്ക് താടി നെഞ്ചിലേക്കൊന്ന് ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടി ശ്വാസം എടുത്ത് എന്നിട്ട് നേരെ മുകളിലേക്ക് ശ്വാസം വിട്ട് സാവധാനം താഴേക്ക് താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുക. ഒന്നുകൂടി ശ്വാസം എടുത്ത് നോട്ട് നേരെ മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം തല താഴേക്ക് താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുന്നു. ശ്വാസം എടുത്ത് തല നേരെ കൊണ്ടുവരിക, നോട്ടം നേരെ ഇരിക്കണം. ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡ് ഇടതുവശത്തേക്കൊന്ന് തല തിരിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തല ഒന്ന് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തല തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, നോട്ടം നേരെ ഇരിക്കണം. ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തല ഒന്ന് ചരിച്ചു കൊടുക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തല ചരിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തല ഒന്ന് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തല ഒന്ന് ചരിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തല ഒന്ന് ചരിക്കുന്നു. ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് തല ഒന്ന് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തല ചരിക്കുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു അർദ്ധചക്ര ഹാഫ് സർക്കിൾ വരച്ച് തല വലത് ഷോൾഡറിൻ്റെ വശത്തേക്ക് കൊണ്ടുവരിക. അവിടുന്ന് സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. വീണ്ടും ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്. ശ്വാസം വിട്ട് തല താഴ്ത്തി അടുത്തൊരു ഹാഫ് സർക്കിള്. വീണ്ടും ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. ദെൻ തല ഇടതുവശത്തേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം എടുത്ത് തല നേരെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുക തല. ദെൻ ശ്വാസം എടുത്ത് തല ഉയർത്തി ശ്വാസം വിട്ട് സാവധാനം തല താഴ്ത്തി ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഒന്നുകൂടി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് നമ്മുടെ വലത് ഷോൾഡറിന് നേരെ തല ഇതുപോലെ കൊണ്ടുവന്നിട്ട് ചരിച്ചു കൊണ്ടുവന്നിട്ട് ശ്വാസം എടുത്ത് തല നേരെ കൊണ്ടുവരിക. ഓക്കെ, ഇനി നമ്മൾ കൈകൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം നമ്മുടെ ഷോൾഡർ മസിൽസിന് വേണ്ടിയിട്ട്, ശ്വാസം ഷോൾഡർ ജോയിൻറ്റിന് വേണ്ടിയിട്ട്. സോ ഹിയർ ശ്വാസം എടുത്തുകൊണ്ട് കൈ ഇതുപോലെ ഒന്ന് ഉയർത്തി ശ്വാസം വിട്ട് 1, ദെൻ ഒരല്പം സ്പീഡ് കൂട്ടി 2, ദെൻ 3, 4, 5, 6, 7, 8, 9 and 10. നമ്മൾ 10 തവണ ചെയ്യുന്നുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് അതുപോലെ തന്നെ 1, ശ്വാസം എടുത്ത് ഉയർത്തി ശ്വാസം വിട്ട്. ഓക്കെ, 2, 3, 4, 5, 6, 7, 8, 9 and 10. റിലാക്സ് ചെയ്യുക. ഓക്കെ, 10 തവണ ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, കാലുകൾ ഷോൾഡറിന് അകത്ത് വയ്ക്കുന്നു. കൈ ഇതുപോലെ നീട്ടിപ്പിടിക്കുന്നു. ഷോൾഡർ ടു പാം ഒറ്റ ലൈനായിരിക്കണം. ശ്വാസം എടുത്ത് 1, ശ്വാസം വിട്ട് ക്ലോസ് ചെയ്യുക. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. റിലാക്സ് ചെയ്യുക. ഓക്കെ, ഒരു 5 തവണ കൂടെ നമ്മൾ കൂട്ടി ചെയ്യണേ. ഓക്കെ, ഇന്ന് 15 തവണ നമ്മൾ ചെയ്തു. ഒന്ന് റിലാക്സ് ചെയ്യുക. ഇനി നമ്മുടെ സൈഡിലോട്ടുള്ള ബെൻഡിങ് ആണ്. 10 തവണ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ കാല് ഷോൾഡറിൻ്റെ അകലത്തിൽ വയ്ക്കുന്നു. ശ്വാസം എടുത്ത് കൈകൾ ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. നമ്മുടെ ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്ത് പിടിച്ചിട്ട് കൈവെള്ള മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, ഇതുപോലെ പിടിക്കുന്നു. ശ്വാസം എടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. 1, റൈറ്റ് സൈഡ് 2, 3, 4, 5, 6,
7, 8, 9 and 10. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ ചെയ്തു പോകുന്നത് 1ഉം 2ഉം വീഡിയോസിൽ അത്യാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാതെ ചെയ്തു പോകുന്നത്, വെറുതെ സംസാരിച്ച് സമയം കളയണ്ടല്ലോ എന്ന് കരുതി. ഓക്കെ, കാലുകൾ ഷോൾഡറിൻ്റെ അകത്ത് വയ്ക്കുന്നു, കൈകൾ ഇതുപോലെ പിടിക്കുന്നു, എൽബോസ് സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ, ഒരേ ലൈനിൽ വരത്തക്ക വിധം പിടിക്കുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തൂടെ ട്വിസ്റ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29 and 30. Relax. Okay, relax ചെയ്യും. കൈകൾ ഹിപ്പിലേക്ക് വയ്ക്കുക. സാധാരണ ശ്വാസം ഹിപ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. റിലാക്സ് ചെയ്യുക. ഓക്കെ, ദെൻ കാലുകൾ ഷോൾഡറിൻ്റെ അകത്ത് വയ്ക്കുക. നമ്മൾ കാല് ഒന്ന് ഉയർത്തിയണേ. ഓക്കെ, റെഡി, ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. റിലാക്സ്. ഓക്കെ, റെസ്റ്റ് ചെയ്യും. നിങ്ങൾ ഈ വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒത്തിരി വിയർക്കുമല്ലോ. ഡയറക്റ്റ് ഫാൻ്റെ താഴെ പോയിരിക്കരുത്, പകരം ഒരു ടവലോ എന്തെങ്കിലും വെച്ചിട്ട് ആ വിയർപ്പ് തുടച്ചു മാറ്റുക. തുടച്ചു മാറ്റിയിട്ട് സാധാരണ അന്തരീക്ഷത്തിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇരിക്കുക. മീൻസ് സാധാരണ പുറത്തോടെങ്കിലും ഇരിക്കുക, നിൽക്കുക, നടക്കുക എന്ന് ചെയ്യുക. അതിന് ശേഷമേ ഫാൻ്റെ താഴെ പോയി നിൽക്കാവുള്ളേ. ഡയറക്റ്റ് പോകുന്ന കൊള്ളിയല്ല ശരീരത്തിന്. ഓക്കെ, ശരി. അപ്പോൾ നമുക്കിനി ആ ഒരു ട്വിസ്റ്റിംഗ് എക്സർസൈസിലോട്ട് പോകാം. നമ്മൾ 25 തവണയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ വരെ 20 തവണയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് 25 തവണ ഒന്ന് ചെയ്ത് നോക്കാൻ, ചെയ്യാൻ പറ്റുമോ എന്ന്. ഒത്തിരി പുഷ് ചെയ്യേണ്ട, നിങ്ങളെ കൊണ്ടാവുന്ന പോലെ ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ നമ്മളുടെ വലത് കാല് പുറകിലേക്ക് ഒരടിയൊക്കെ ഇറക്കി വെക്കുന്നു. നമ്മുടെ കൈകളിൽ ആ ഒരു ഫിസ്റ്റ് ഇതുപോലെ തലയുടെ ഇരുവശങ്ങളിലും കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ശ്വാസം അറിയാം. ശ്വാസം എടുക്കുന്നു, ശ്വാസം വിട്ടുകൊണ്ട് വലത് കാലിൻ്റെ മുട്ട് ഇടത് കടമുട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10,
11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. റിലാക്സ് ചെയ്യുക. ഓക്കെ, റെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാണ്. ഇടത് കാല് ഒരല്പം ഒന്ന് ഇറക്കി വയ്ക്കുന്നു. ഒരടിയോ രണ്ടടിയോ നിങ്ങളുടെ ആ ഒരു ഹൈറ്റിനനുസരിച്ച് വേണം കാലൊന്ന് ഇറക്കി വെക്കാൻ കേട്ടോ. ശരി, കൈകൾ ഇതുപോലെ തലയുടെ ഇരുവശങ്ങളിലും ശ്വാസമെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. റിലാക്സ് ചെയ്യുക. ഓക്കെ, റെസ്റ്റ് ചെയ്യുക. ശരി, അപ്പോൾ ഞാൻ നമ്മുടെ 4 ബ്ലോക്ക് യോഗ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചെയറോ അല്ലെങ്കിൽ പില്ലോയോ കുഷ്യനോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ശരി. നമ്മൾ ബട്ടക്സ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു, എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു. നമുക്ക് റെഡി. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓക്കെ, റിലാക്സ് ചെയ്യുക. ഓക്കെ, 10 തവണ ചെയ്യുക, റിലാക്സ് ചെയ്യുക. റെഡി. ശരി, കാൽപ്പത്തിയിൽ ഷോൾഡറിൻ്റെ അകലത്തിൽ വയ്ക്കുക. നമ്മൾ 7 തവണ ഇന്ന് ട്രൈ ചെയ്യുവേ. ഇന്നലെ 6 തവണയാണ് ചെയ്തത്. ഇന്ന് ഒന്നുകൂടെ കൂട്ടി ചെയ്യുവേ. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി ശ്വാസം വിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്തു. ശ്വാസമെടുത്ത് മുന്നിലേക്ക് നടന്നു. ശ്വാസം വിട്ട്. ഓക്കെ, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് പുറകിലേക്ക് നടന്നു. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി. ശ്വാസം വിട്ട് 2, 3, 4, 5,
5. Six. 7. ശ്വാസത്തെ കൈ ഉയർത്തി റിലാക്സ് ചെയ്യും. ഓക്കെ, ശ്വാസം വിട്ട്. ശരി, മലർന്ന് കിടക്കുക. ഒന്ന് റെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളിനി ട്വിസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ 60 എണ്ണം ചെയ്തു, ഇന്നത് 70 എണ്ണം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാവേ. ശരി, 2 കാലുകളും മടക്കുക, കാൽപ്പത്തികൾ ചേർത്ത്, കാൽമുട്ടുകൾ ചേർത്ത്, കൈകൾ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്യുക. നമ്മുടെ ഷോൾഡർ ടു പാം ഒറ്റ ലൈനായിരിക്കണേ. ശ്വാസമെടുത്ത് ശ്വാസം വിട്ട് 2 കാലിലെ മുട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് നോട്ടും നേരെ വലത് കൈ വിരലിലേക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, then relax. Okay, 70 നമ്മൾ ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യും.
നിങ്ങൾക്ക് അഥവാ ഒറ്റ ഇതിന് 70 തവണ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ആ 70 തവണ തികയ്ക്കാൻ ശ്രമിക്കുക. മീൻസ് ആദ്യം ഒരു 20 തവണ ചെയ്യുക, ദെൻ ഒരു 20 തവണ ചെയ്യുക, ദെൻ 30 തവണ ലാസ്റ്റ് ഇതിൽ ചെയ്യുക. ഓക്കെ, നമുക്ക് ആ 70 തവണ എങ്ങനെയെങ്കിലും ഒന്ന് തികക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ശരീരത്തിന് ഒത്തിരി പുഷ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ കാലുകൾ നീട്ടി വയ്ക്കുന്നു, കാലിൻ്റെ പത്തിയിൽ ഫ്ലെക്സ് ചെയ്യുന്നു, കൈകൾ ബട്ടക്സിന് താഴെ അല്ലെങ്കിൽ സൈഡിലേക്ക് അമർത്തി വയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കൈവെള്ളം മുകളിലേക്ക് ഫേസ് വയ്ക്കുക. ലോവർ ബാക്ക് താഴെ ഉണ്ടായിരിക്കണം. ശ്വാസം എടുത്ത് വലത് കാൽ ഉയർത്തുക, കാൽപ്പത്തി കൂർപ്പിച്ച് 1. ശ്വാസം എടുത്ത് കാൽ ഉയർത്തുന്നു, ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് താഴേക്ക് 2, 3, 4, 5, 6, 7, 8, 9, 10, രണ്ടെണ്ണം കൂടെ 11 and 12. ഓക്കെ, റിലാക്സ് ചെയ്യും. 12 തവണ ചെയ്തു, റിലാക്സ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യണം. കൽപ്പത്തിയിൽ ഫ്ലെക്സ് പിടിക്കുക. നമ്മുടെ ലോവർ ബാക്ക് താഴെ ഉണ്ടായിരിക്കണം, അവിടെ ഗ്യാപ്പ് ഉണ്ടാകരുത്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 1, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. റിലാക്സ് ചെയ്യും. ഓക്കെ, 12 തവണയും റിലാക്സ് ചെയ്യും. വീണ്ടും കൈകൾ സ്ട്രെച്ച് ഔട്ട് ചെയ്യുക. ഇന്നലെ ചെയ്ത ട്വിസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇന്നലെ നമ്മൾ 3 തവണയാണ് ചെയ്തത്, 3 റൗണ്ട്. അതുപോലെ തന്നെ ഇന്നത് ചെയ്യണം. നമ്മൾ ഒരു 5 തവണ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. 2 കാലുകളും മടക്കുക. കൈകൾ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വയ്ക്കുന്നു. ഷോൾഡർ ടു പാം ഒറ്റ ലൈൻ ആയിരിക്കണേ. ശ്വാസം എടുത്ത് കാലുകൾ ഉയർത്തി ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 1. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ് സൈഡ്. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡ്. 2. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ് സൈഡ്. Then 3, 4, 5. പതിയെ കാലുകൾ കൊണ്ടുവരുന്നു, കാല് നീട്ടി വയ്ക്കുന്നു, റിലാക്സ് ചെയ്യും. ഓക്കെ, റെസ്റ്റ് ചെയ്യുക. ശരി, അടുത്തത് നമ്മൾ കാലുകൾ ചേർത്ത് വയ്ക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ കൈകൾ ബട്ടക്സിന് തറയിലേക്ക് കൊണ്ടുവരും, ബട്ടക്സിന് താഴേക്ക് കൊണ്ടുവരും. ബട്ടക്സിന് താഴെ കൊണ്ടുവരുന്നു. അതല്ല, തറയിൽ ഇതുപോലെ കമിഴ്ത്തി വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമിഴ്ത്തി വെക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ശവാസനത്തിൽ കിടക്കുന്ന പോലെ ഇങ്ങനെ ഇടുക. നമ്മളൊരു 3 തവണ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ലോവർ ബാക്ക് താഴെ ഉണ്ടായിരിക്കണം. ശ്വാസം എടുത്ത് 2 കാലുകൾ ഉയർത്തുക, ശ്വാസം വിട്ട് പത്തി കൂർപ്പിച്ച് താഴ്ത്തുക. 1. ഒരല്പം ഉയർത്തിയാൽ മതിയേ.
നേരെ കൊണ്ടുവരണ്ട, ഒരല്പം. ഓക്കെ, ഒരു 2-3 അടി താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തുക. ഓക്കെ, 2, then 3, രണ്ടെണ്ണം കൂടെ ചെയ്യാൻ നോക്ക്, ട്രൈ ചെയ്യുക, ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, 4, then 5, റിലാക്സ് ചെയ്യുക. ഓക്കെ, ശരി. ഇനി 2 കാലും മടക്കി വയ്ക്കുക. കാലിൻ്റെ ഹീൽസ് ബട്ടക്സിന് തൊട്ട് പുറകിലായിട്ട് വയ്ക്കുക. കൈകൾ തറയിൽ ഇങ്ങനെ ഇതുപോലെ പതിച്ച് വയ്ക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ബാക്കിലോട്ടൊരു ബെൻഡിങ് ചെയ്യാണ്. ശ്വാസം എടുത്ത് ഹിപ്പ് ഉയർത്തുക. നമ്മുടെ തള്ളവിരലും നമ്മുടെ പാമ്പിൻ്റെ പകുതിയും നമ്മുടെ ലോവർ ബാക്കിന് താഴേക്ക് കൊണ്ടുവരിക. സപ്പോർട്ട് ചെയ്യുക. സാധാരണ ശ്വാസോച്ഛ്വാസം. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക് ഹിപ്പ് വയ്ക്കുന്നു. 2 കാലിന് മുട്ടും ഇതുപോലെ ഒന്ന് ഹഗ് ചെയ്യുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് വലിച്ച് നെഞ്ചിലേക്ക് അടുപ്പിക്കുക. സ്റ്റേ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കാല് നീട്ടി വയ്ക്കുക. റിലാക്സ് ചെയ്യുക. ഓക്കെ, നമ്മുടെ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരിക. ഓക്കെ, അഥവാ ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരിക. ശരി, ഞാൻ ഓൾറെഡി ഈ പറയുന്ന ടേബിൾ ടോപ്പ് പൊസിഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി നോട്ടം മുകളിലേക്ക്. ശ്വാസം വിട്ട് തല താഴ്ത്തുന്നു, നടുവ് നല്ലപോലെ ഉയർത്തുന്നു. 1, ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി നോട്ടം മുകളിലേക്ക്. ശ്വാസം വിട്ട് 2, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 3, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 4, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 5, then ശ്വാസം എടുത്ത് നമ്മുടെ കാലിൻ്റെ വിരലുകളൊന്ന് തറയിൽ ടച്ച് ചെയ്തിട്ട് ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുകൾ രണ്ടും ഉയർത്തുക. തല അപ്പർ ആംസിനുള്ളിലേക്ക്, ഹീൽസ് തറയിൽ ടച്ച് ചെയ്യുന്നു. കാലിൻ്റെ വിരലുകളിലേക്ക് നോക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ഹൈ പ്ലാങ്ക് പൊസിഷനിലേക്ക് വരിക. കൈയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ശ്വാസം വിട്ട് പ്ലാങ്ക് പൊസിഷനിലേക്ക് വരുന്നു. ദെൻ നമ്മൾ ഇന്നലെ ചെയ്ത ഒരു കൈ കൊണ്ട് ഷോൾഡറിൽ ടച്ച് ചെയ്യുന്നു. അതാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ശ്വാസോച്ഛ്വാസം. 1, 2, 3, 4, 5, 6, 7, 8, okay, 9, 10, 11, 12, 12 തവണ നമ്മൾ ചെയ്തു. ഇനി നമ്മളിവിടെ സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കാൻ പോയിന്. വയറ് കോൺട്രാക്ട് ചെയ്ത് പിടിക്കുക, ബട്ടക്സ് കോൺട്രാക്ട് ചെയ്ത് പിടിക്കുക. സ്റ്റേ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. കാലിലെ മുട്ടുകൾ തറയിൽ പതിക്കുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി ശ്വാസം വിട്ട് ചൈൽഡ് പൊസിഷനിലേക്ക് വരിക. റിലാക്സ് ചെയ്യുക.
സോറി. ശരി, പതിയെ എഴുന്നേൽക്കുക. പതിയെ നമ്മുടെ കാലിൻ്റെ പത്തിയിലേക്ക് ഇരിക്കുക. കാലുകൾ ഇതുപോലെ നീട്ടിവെക്കുക. കാലിൻ്റെ പത്തി ചേർത്ത് പിടിക്കണേ. കൈകളൊന്ന് ക്ലഞ്ച് ചെയ്ത് പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ പുറകിലേക്ക് പോകുമ്പോൾ കാലിൻ്റെ പത്തി കൂർപ്പിക്കും. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോൾ കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കണം. ഓക്കെ, പല ആളുകളും പല രീതിയിൽ ഈ എക്സർസൈസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾ ഒരുപക്ഷെ കാലിൻ്റെ പത്തി ഇതുപോലെ ഇങ്ങനെ ഫ്ലെക്സ് പിടിച്ചിട്ട് അതുപോലെ ചെയ്യും. ചില യോഗ സ്കൂൾസ് ആ രീതിയിലാണ് ചെയ്യുന്നത്. അതും ശരിയാണ്, ഇതും ശരിയാണ്. ഇതിന് ഇച്ചിരി കൂടെ ബെനഫിറ്റ് ഉണ്ട്. കാര്യം വെച്ചാൽ കാലിൻ്റെ ഈ ഒരു ആംഗിളിന് ഒരു മൂവ്മെൻ്റ് കൂടെ വരുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്ലഞ്ച് പിടിക്കുക. വെള്ളം തുഴയുന്ന പോലെ ശ്വാസം എടുത്ത് കാലിൻ്റെ പത്തി പുറകിലേക്ക് പുറകോട്ട് പോവുക. ശ്വാസം വിട്ട് 1, ഓക്കെ, 2, 3, 4, 5, 6, 7, 8, 9 and 10. കൈകൾ പുറയിൽ കുത്തി ഒന്ന് റിലാക്സ് ചെയ്യുക. ഓക്കെ, റെസ്റ്റ് ചെയ്യുക. ഈ ഒരു എക്സർസൈസ് ഈ നമ്മുടെ വെള്ളം തുഴയുന്ന പോലെയുള്ള ആ ഒരു എക്സർസൈസ് നമ്മൾ വെയ്റ്റ് ലോസ് എക്സർസൈസ് ആയിട്ട് മാത്രമല്ല കാണുന്നത്. അത് ശരിക്കും നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു എക്സർസൈസാണ്. കാരണം വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ വേണം നമുക്കൊരു സ്ട്രെച്ചിങ് എക്സർസൈസ് ആയിട്ട് ഇതിനെ കണക്കാക്കാൻ. കാര്യം വെച്ചാൽ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസ് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പോഴും നമ്മളിൽ പലർക്കും പശ്ചിമോത്താനാസനം എന്ന് പറയുന്ന ആ ഒരു യോഗ പോസ്റ്റർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു എന്താ പറയുന്ന ഒരു ബേസിക് ആയിട്ടൊരു മാർഗ്ഗമാണ് ഈ ഒരു ഫോർവേഡ് ബെൻഡിങ്ങും ബാക്ക്വേഡ് ബെൻഡിങ്, ആ ഒരു മൂവ്മെൻറ്റ്. അത് നിരന്തരം ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് മുന്നിലേക്ക് ബെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടും. പതിയെ നമുക്ക് കാലിൻ്റെ പത്തിയിലോ അല്ലെങ്കിൽ ഹീലിലോ ഒക്കെ പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഇത് ഡൈജഷനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാര്യം വെച്ചാൽ വയറിലേക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടുന്ന ഒരു എക്സർസൈസാണ്. വയറിലെ ഫാറ്റ് കുറയ്ക്കുന്ന ഒരു എക്സർസൈസാണ് എല്ലാ ദിവസവും ചെയ്യുന്നവർക്ക്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു എക്സർസൈസ് നിങ്ങളുടെ വ്യായാമത്തിൽ, മീൻസ് ഇപ്പോൾ രാവിലെ നിങ്ങൾ യോഗ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇത് കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കുക. ഏറ്റവും നല്ലൊരു എക്സർസൈസാണ്. ശരി, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് പതിയെ ഒന്ന് പുറകിലേക്ക് കിടന്നിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം. ഓക്കെ, മീൻസ് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ശരി. കാലുകൾ 2 അടിയായിട്ട് വയ്ക്കുക. കൈകൾ ഇരുവശങ്ങളിലും, വായടച്ച് കണ്ണുകളടച്ച് ജസ്റ്റ് ഒന്ന് കിടന്ന് റിലാക്സ് ചെയ്യുക. നല്ല ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ഒബ്സർവ് ചെയ്ത് കിടക്കുക കേട്ടോ. പതിയെ കാലുകൾ ഒന്ന് കൂട്ടിച്ചേർക്കുക. വലത് കൈ മടക്കി തലയുടെ താഴേക്ക് കൊണ്ടുവരുന്നു. 2 കാലുകളും മടക്കുന്നു. വലതുവശത്തേക്ക് ഒന്ന് ചരിഞ്ഞ് കിടക്കുക. ഇടത് കൈ നെഞ്ചിന് മുന്നിലായി തറയിൽ പതിക്കുന്നു. കൈ ഒന്ന് കുത്തി പതിയെ എഴുന്നേറ്റ് ഇഷ്ടമുള്ള സിറ്റിംഗ് പൊസിഷനിലേക്ക് വരിക. സിറ്റിംഗ് പൊസിഷനിലിരിക്കുന്നു. കൈപ്പത്തിൽ നെഞ്ചിന് മധ്യത്തിൽ പിടിക്കുക. കണ്ണുകൾ അടച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുക. കൈകൾ ഒന്ന് റബ്ബ് ചെയ്യുക. ആ ചൂട് അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുകളിലേക്ക് കൊടുക്കുന്നു. പതിയെ കണ്ണുകളൊന്ന് കൈവെള്ളയിലേക്കൊന്ന് ഓപ്പൺ ചെയ്യുക.
മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്യുക, കൈപ്പത്തിൽ നെഞ്ചിന് മധ്യത്തിലേക്ക് കൊണ്ടുവരിക. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.